നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് നോക്കുന്നത്. അതിലെ 4th മൊഡ്യൂളായ ഫോറിൻ ലിക്വർ റൂളിനെ കുറിച്ചിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 3rd മൊഡ്യൂൾ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കണ്ടു പഠിക്കുക. ഇത് 4ാമത്തെ മൊഡ്യൂളാണ്. ഏകദേശം ഒരു 4-5 ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലെ, സിവിൽ എക്സൈസ് ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് മുഴുവനായിട്ട് തീർക്കുന്നതാണ്. അപ്പോൾ മെയ് 17-നാണല്ലോ എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. ഒരു 1.5 മാസത്തോളം അല്ലേ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഒരു 10 മുതൽ 15 മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. നന്നായിട്ട് കണ്ട് പഠിക്കുക. അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ എന്ത് ചെയ്യുക, എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ഫോറിൻ ലിക്വർ റൂൾ ആണ് അല്ലേ. അതായത് നമ്മുടെ വിദേശ മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് റൂളുകൾ അതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ ലൈസൻസുകളാണ്. അതായത് വിദേശ മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ലൈസൻസുകളുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അതിനു മുന്നേ അല്ലേ വിദേശ മദ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. വിദേശ മദ്യം എന്താണ്? വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. മദ്യത്തെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണത്? നാടൻ മദ്യമുണ്ട്, അതുപോലെ തന്നെ വിദേശ മദ്യമുണ്ട്. നാടൻ മദ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? കൺട്രി ലിക്വർ ആണ് അല്ലേ. അതുപോലെ വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫോറിൻ ലിക്വർ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നാടൻ മദ്യം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കള്ള്, ചാരായം അതൊക്കെ എന്താണ്? നാടൻ മദ്യത്തിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ബാക്കിയുള്ള അല്ലെ ഈ കള്ള്, ചാരായം ഒഴികെയുള്ള മറ്റു മദ്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്? വിദേശ മദ്യത്തിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് വിദേശ മദ്യത്തിന്റെ കാറ്റഗറിയിൽ വരിക? നമ്മൾ ഒരുപാട് മദ്യത്തിന്റെ പേരുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? നമ്മുടെ ബിയർ ഉണ്ട്, വൈൻ ഉണ്ട്, ബ്രാൻഡിന്റെ അല്ലെ, കൊക്കോ ബ്രാൻഡി ഉണ്ട്, സ്കോച്ച് ഉണ്ട്, പിന്നെ ഏതൊക്കെയുണ്ട്? സ്പിരിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സിഡർ ഉണ്ട്, ഫെന്നി ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. സിഡർ, ഫെന്നി അതൊക്കെ എന്താണ്? വിദേശ മദ്യത്തിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മദ്യം അല്ലാത്തതൊക്കെ എന്താണ്? വിദേശ മദ്യമാണ്. ഈ വിദേശ മദ്യത്തെ തന്നെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഏതൊക്കെയായിരുന്നു അത്? നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടി പറയാം. FM, FL-ഉം അതുപോലെ തന്നെ IM, FL-ഉം അല്ലേ. നമ്മൾ വിദേശ മദ്യം പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു FM, FL അല്ലേ. ഇതിന്റെ പൂർണ്ണ രൂപമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം, ചിലപ്പോൾ ചോദിക്കാം. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോറിൻ ആണ് അല്ലേ. ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ആണ് എന്താ? FM, FL എന്ന് പറയുന്നത്. അതുപോലെ IMFL എന്ന് പറഞ്ഞാലോ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ആണ് അല്ലേ. എന്താണ് പറയാ? ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ. ഈ പേരിൽ തന്നെ ഉണ്ടല്ലേ അതെന്തൊക്കെയാണെന്ന് പറയുന്നത്. ഒന്നാമത്തേത് എന്താ? FMFL ആണ്, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ആണ്. അതായത് ഫോറിനിൽ നിർമ്മിച്ചിട്ട് അല്ലെ, ഫോറിനിലുള്ള ലിക്വർ, അതായത് ഫോറിൽ തന്നെയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലെ. അതിന്റെ നിർമ്മാണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ട് അത് ഇങ്ങോട്ടേക്കല്ലേ ഇറക്കുമതി ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ. എന്നാൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറഞ്ഞാലോ ഇന്ത്യൻ മെയ്ഡ് അല്ലേ, അവിടെ ആ വാക്ക് തന്നെ ഉണ്ട്, ഇന്ത്യൻ മെയ്ഡ് ആണ്. അതായത് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. എന്താണ് നിർമ്മിക്കുന്നത്? ഇന്ത്യയിലുള്ള മദ്യമല്ല, അതെന്താണ്? ഫോറിനിലുള്ള മദ്യമാണ് അല്ലേ. അതായത് ഒരു ഫോറിനിലുള്ള മദ്യം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയും? ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും എന്താണ്? വിദേശ മദ്യത്തിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ലൈസൻസിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു മൊഡ്യൂൾ തന്നെ പറയുന്നത് വ്യത്യസ്ത ഇനം ലൈസൻസുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ മദ്യം കൈവശം വെക്കാനും അതുപോലെ തന്നെ അതിന്റെ വിതരണം, ഇറക്കുമതി, കയറ്റുമതി, അതിന്റെ സംഭരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പ്രത്യേകം ഗവൺമെന്റിന്റെ ലൈസൻസോട് കൂടിയിട്ട് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ ചെയ്യാത്ത പക്ഷം അതെന്താണ്? നിയമവിരുദ്ധമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയും പിഴകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈസൻസ് കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ പഠിച്ചതാണ്. ആരാണ്? എക്സൈസ് കമ്മീഷണർ ആണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അവരായിരിക്കും ഇങ്ങനെയുള്ള ലൈസൻസ് തരുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ആരെയാണ് പറയേണ്ടത്? എക്സൈസ് കമ്മീഷണറെയാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചേക്കണം മദ്യ ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. മദ്യത്തിന്റെ ഉൽപാദനം, ഇറക്കുമതി, കയറ്റുമതി, കൈവശം വെക്കൽ എന്നിവയിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സംസ്ഥാന എക്സൈസ് വകുപ്പ് നൽകുന്ന അനുമതി അല്ലെങ്കിൽ ആ ഒരു പെർമിഷൻ ആണ് എന്ത്? മദ്യ ലൈസൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, ആ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്നുമില്ല, ഈ മദ്യവുമായി ബന്ധപ്പെട്ട് അത് കൈവശം വെക്കാനോ അത് നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള പെർമിഷൻ അല്ലെങ്കിൽ ലൈസൻസ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് തരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എക്സൈസ് വകുപ്പാണ് അല്ലെ, എക്സൈസ് കമ്മീഷണർ ആണ് തരുന്നത്. അതും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഈ മദ്യ ലൈസൻസ് അല്ലെ ആരുടെയൊക്കെ കയ്യിൽ ഉണ്ടാവുക? മദ്യ ലൈസൻസ് ഉള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, നമ്മുടെ ചുറ്റും കാണുന്ന മദ്യ ഷോപ്പുകളിലെ അവരൊക്കെ എന്താണ് ലൈസൻസോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പൊതുമദ്യശാലകളിലെ നമുക്കറിയാം, നമ്മൾ റോഡിനോട് പോകുന്ന സമയത്ത് ഒരുപാട് ബിവറേജ് കോർപ്പറേഷനുകളൊക്കെ കാണാല്ലേ, അവിടെയൊക്കെ എന്താണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്താണ് അല്ലെ, ഇതുപോലെയുള്ള ലൈസൻസ് വെച്ചും കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ക്ലബ്ബുകളുണ്ട്, അതുപോലെ തന്നെ ബിയർ വൈന് പാർലറുകൾ, അതൊക്കെ എന്താണ് ലൈസൻസോട് കൂടിയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഹോട്ടലിലെ നമ്മുടെ വലിയ വലിയ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളിലൊക്കെ എന്തുണ്ട്, ഇങ്ങനെയുള്ള മദ്യത്തിനുള്ള ലൈസൻസോട് കൂടിയിട്ടാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെയാണ് ലൈസൻസ് ഉള്ളത്. അപ്പൊ അതും കൂടി ഓർത്ത് വെക്കുക. മദ്യ ഷോപ്പുകളുണ്ട്, പൊതുമദ്യശാലകളുണ്ട്, ക്ലബ്ബുകളുണ്ട്, ബാറുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്, ഇവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള എന്ത് കൊടുക്കുന്നത്, മദ്യം വിൽക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഏതാണത്? ABC ഓർഗനൈസേഷൻ എന്ന് പറയും അല്ലെ. എന്താണ് ABC ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? എ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ആണ് അല്ലെ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കഹോളിക് ആണ്. ബി എന്ന് പറഞ്ഞാൽ ബിവറേജ് ആണ്. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ ആണ്. അപ്പോൾ ആൽക്കഹോളിക് ബിവറേജ് കൺട്രോളിനെയാണ് എന്ത് പറയുന്നത്? ABC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ABC എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ ആണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ രൂപം കൊണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിൽപ്പന, അതിന്റെ വിതരണം, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഏത്? ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ അഥവാ ABC ഓർഗനൈസേഷൻ. അതിന്റെ ഫുൾ നെയിം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു മാർക്ക് പോവരുത്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ മൊഡ്യൂളിലെ പ്രധാന ഭാഗത്തിലോട്ട് പോകാം. അതായത് ലൈസൻസുകളാണ് അല്ലെ. വ്യത്യസ്ത ഇനം ലൈസൻസുകളെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. നമുക്കിവിടെ സിലബസിൽ പ്രത്യേകം എടുത്ത് പറയുന്ന ലൈസൻസുകൾ പറയുന്നുണ്ട് അല്ലെ. ഒരുപാട് ലൈസൻസുകൾ ഉണ്ട്. FL1 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ 8 ഉണ്ട്, 9 അങ്ങനെയുള്ള ഒരുപാട് ലൈസൻസ് ഉണ്ട്. അതിൽ നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ? FL1 ഉണ്ട്, 3 ഉണ്ട്, അതുപോലെ തന്നെ 11 ഉണ്ട്. ഈ 3 പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. നമുക്കറിയാലോ, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത് 4 4 മാർക്കാണ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തെറ്റാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പഠിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ത് ചെയ്യരുത്? നമ്മുടെ കയ്യിൽ നിന്ന് പോവരുത്. ആ ഒരു മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം തെറ്റാതെ വൃത്തിയിൽ പഠിക്കുക. അവിടെ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ്? FL1 ഉണ്ട്, അതുപോലെ തന്നെ 3ഉം 11ഉം ആണ്. അപ്പൊ അതിൽ ഓരോരോ ലൈസൻസുകളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് FL1 ലൈസൻസ് അല്ലെ. ഫോറിൻ ലിക്വർ ലൈസൻസിൽ ഒന്നാമത്തെ ലൈസൻസ് ആണ് പറയുന്നത്. നോക്കാം അല്ലെ. ഈ ലൈസൻസ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്? FL1 ആണെങ്കിലും 3 ആണെങ്കിലും 11 ഒക്കെ ആണെങ്കിലും ആരാണ് ഇത് കൊടുക്കുന്നത് ചോദിച്ചാൽ അതാരാണ്? എക്സൈസ് കമ്മീഷണർ ആണ് അല്ലെ. അതായത് നമ്മുടെ എക്സൈസ് വകുപ്പാണ് ഇവർക്കൊക്കെ ഈ ലൈസൻസ് കൊടുക്കുന്നത്. ഇനി FL1 ലൈസൻസിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതല്ലേ എന്താണ്? വിദേശ മദ്യം സീൽ ചെയ്ത കുപ്പികളിൽ പൊതുജനങ്ങൾക്ക് നൽകാൻ നിർദ്ദേശിച്ചിട്ടുള്ള ലൈസൻസ് ആണ് ഏതാ? ഫോറിൻ ലിക്വർ ലൈസൻസിലെ ഒന്നാമത്തെ ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞത്? സീൽ ചെയ്ത കുപ്പിയിലെ, സീൽ ചെയ്യാത്ത കുപ്പികൾ ഇവിടെ കൊടുക്കില്ല. സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമായിരിക്കും ഇവിടെ അല്ലെ ഈ FL1 ലൈസൻസ് ഉള്ള മദ്യശാലകൾ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ FL1 ലൈസൻസിന് കീഴിൽ മദ്യം വിൽക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിക്കാം അല്ലെ. ഏതൊക്കെയാണ് FL1 ലൈസൻസിൽ പ്രവർത്തിക്കുന്ന മദ്യശാലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒക്കെ സ്ഥാപനങ്ങളാണ്. ഏതൊക്കെയാ വരുന്നത്? നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജസ് അല്ലെ, നമ്മുടെ ബിവറേജ് കോർപ്പറേഷനുകളൊക്കെ വരുന്നില്ലേ, അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓർത്ത് വെച്ചേക്കണം, ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഏതൊക്കെയാണ് വരുന്നത്? FL1 ലൈസൻസ് ഉള്ളത് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, രണ്ടാമത്തേത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, മൂന്നാമത്തേത് ഏതാണ്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഈ മൂന്ന് അല്ലെ, ഈ പറഞ്ഞിട്ടുള്ള ഈ 3 സ്ഥാപനങ്ങൾ അല്ലെ, 3 മദ്യശാലകൾക്കാണ് FL1 ലൈസൻസ് ഉള്ളത് അല്ലെ. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഏതൊക്കെ? ഈ പറഞ്ഞ 3 എണ്ണം. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, ഈ ലൈസൻസ് ഉള്ള
സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മദ്യശാലകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഒന്നാമത്തേത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വരുന്നുണ്ട്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ്. ഇത് മൂന്നുമാണ് ഇതിന്റെ കീഴിൽ വരുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഏതാണ്? FL1ന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഇവിടെ ഈ ഒരു FL1 ലൈസൻസ് ഉള്ളവർക്ക് അല്ലെ എന്തൊക്കെയാണ് അവർക്കുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് FL1 ലൈസൻസിന് കീഴിൽ വിൽക്കുന്ന മദ്യം കടയുടെ പരിസരത്തിരുന്നിട്ട് കഴിക്കാൻ പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് FL1 ലൈസൻസ് ഉണ്ടല്ലോ, ആ ലൈസൻസ് ഉള്ള മദ്യശാലകളിൽ നിന്നല്ലേ നമ്മൾ മദ്യം വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല. നമുക്കറിയാലേ, നമ്മൾ ഈ ഒരു റോഡിന് പോകുന്ന സമയത്ത് ബിവറേജ് ഷോപ്പുകളൊക്കെ കാണാറില്ലേ അല്ലെ? ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നതൊക്കെ കാണാറില്ലേ? അവിടെ ആൾക്കാർ ക്യൂ നിന്നിട്ട് മദ്യം വാങ്ങിയിട്ട് പോവാറാണ് ചെയ്യാറ്. അല്ലാതെ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാറില്ല, മദ്യം വാങ്ങിയിട്ട് അവിടെ ഇരുന്നിട്ട് ആരും കുടിക്കാറൊന്നുമില്ല അല്ലെ? അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, അങ്ങനെ അവിടെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊക്കെ FL1 ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന മദ്യശാലകളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവര് അല്ലെ, ഈ FL1 ലൈസൻസ് ഉള്ള ആള് മറ്റ് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മദ്യം വിൽക്കാൻ പാടില്ല. ഓക്കെ, രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞത് എന്താണ്? FL1 ലൈസൻസ് ഉള്ള ആൾ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റ് ലൈസൻസ് ഉള്ള അല്ലെ, അതായത് ഈ ഒരു FL1 അല്ലാത്ത മറ്റുള്ള ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മദ്യം ഇവിടെ നിന്ന് വിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമേ മദ്യം എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിൽക്കാൻ അനുവദിക്കുന്നുള്ളൂ. ഓക്കെ, അവിടെ സീൽ ചെയ്തിട്ടുള്ള മദ്യക്കുപ്പികൾ മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിൽക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് FL1 ലൈസൻസ് ഉള്ള മദ്യശാലകൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നല്ലേ അങ്ങനത്തെ ഉള്ള ലൈസൻസ് ഉള്ള മദ്യശാലകൾ പോയിട്ട് മദ്യം വാങ്ങുക, അത് വീട്ടിൽ പോയിട്ട് അല്ലെ, വീട്ടിൽ എവിടെ പോയിട്ട് വേണമെങ്കിലും കുടിക്കുക, അല്ലാതെ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ ഉപഭോഗം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് എന്താണ്? ഇതല്ലേ FL1 ലൈസൻസ് ഉള്ള ആള് എന്ത് ചെയ്യാൻ പാടില്ല, മറ്റ് ലൈസൻസ് ഉള്ള അല്ലെ, മറ്റ് ലൈസൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മദ്യശാലകളുള്ള മറ്റ് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മദ്യം വിൽക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഏതാണ്? സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മദ്യം വിൽക്കാൻ അനുവദിക്കുന്നുള്ളൂ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെച്ചേക്കാം, ചോദിക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, ഈ FL1 ലൈസൻസ് ഉള്ള ആൾക്ക് ആരാണ് മദ്യം കൊടുക്കുന്നത്? ഇപ്പൊ ഇവര് അല്ലെ, നമ്മൾ പറഞ്ഞു ബിവറേജ് കോർപ്പറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ഫെഡറേഷനുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ മദ്യം എവിടുന്നാ കിട്ടുന്നത്? ഈ ഒരു ഫോറിൻ ലിക്വർ അല്ലെ, അതായത് വിദേശ മദ്യം എവിടുന്നാ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FL9 ലൈസൻസ് ഉള്ള ആളുകളിൽ നിന്നായിരിക്കും അല്ലെ, ആളുകളല്ല, ആ ഒരു മദ്യശാലകളിൽ നിന്നായിരിക്കും. ഓക്കെ, എവിടുന്നാണ്? സംസ്ഥാനത്തെ FL9 ലൈസൻസുകൾ ഉള്ള ആളുകളിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്, ഇവർക്കുള്ള മദ്യം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ FL9 ലൈസൻസ് ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ്? അത് നമ്മുടെ കേരള സംസ്ഥാന ബിവറേജ് കോർപ്പറേഷന് മാത്രമാണ്. ഓക്കെ, ഓർത്തിരിക്കണം, FL9 അത് ചോദിക്കാം, നമ്മുടെ സിലബസിൽ പറയുന്നതല്ല, എന്നിരുന്നാലും എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചേക്കണം. FL9 ലൈസൻസ് ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള സംസ്ഥാന ബിവറേജ് കോർപ്പറേഷൻ ആണ്. അപ്പൊ അവരാണ് നമ്മുടെ FL1 ലൈസൻസ് ഉള്ള അല്ലെ, നമ്മൾ പറഞ്ഞ ഫസ്റ്റത്തെ ലൈസൻസ് ഉള്ള അല്ലെ, FL1 ലൈസൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ എന്ത് കൊടുക്കുന്നത്, അതായത് ആ മദ്യശാലകൾക്കൊക്കെ കൊടുക്കുന്നത് അല്ലെ, മദ്യം കൊടുക്കുന്നത് ഈ FL9 ലൈസൻസ് ഉള്ള മദ്യശാലകളാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു റൂൾ എന്ന് പറയുന്നത് FL1ലെ റൂളാണ്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ റൂൾ തന്നെയുള്ളൂ, ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. എന്താണ് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എത്ര മീറ്റർ പരിധിക്കുള്ളിലാവണം ഈ ഒരു FL1 ലൈസൻസ് ഉള്ള മദ്യശാലകൾ അല്ലെ, എന്തിൽ നിന്ന്? വിദ്യാഭ്യാസ സ്ഥാപനം, അതുപോലെ തന്നെ ക്ഷേത്രം, പള്ളി, പിന്നെ ഏതാണ്, ശ്മശാനം വരുന്നുണ്ട്, പട്ടികജാതി പട്ടികവർഗ കോളനി അല്ലെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ ആ ഒരു സ്ഥലത്തിൽ നിന്ന് 200 മീറ്റർ അല്ലെ, 200 മീറ്ററിനുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള FL1 ലൈസൻസ് ഉള്ള മദ്യശാലകൾ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ FL1 ലൈസൻസ് ഉള്ള ഇപ്പോൾ ഒരു മദ്യശാല ഉണ്ട് വിചാരിക്കുക, അതിൻ്റെ ഒരു 200 മീറ്റർ പരിധിക്കുള്ളിൽ ഇതൊന്നും വരാൻ പാടില്ല. ഏതൊക്കെ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രം, പള്ളി, അതുപോലെ തന്നെ ശ്മശാനം, പട്ടികജാതി പട്ടികവർഗ കോളനികൾ, അതൊന്നും വരാൻ പാടില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് എന്ത് വരാൻ പാടില്ല, നമ്മുടെ മദ്യശാല വരാൻ പാടില്ല. അങ്ങനെ ഓർത്തിരിക്കുന്നത് ഏറ്റവും നല്ലത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പള്ളിയും ശ്മശാനവും
പട്ടികജാതി പട്ടികവർഗ കോളനികൾ അതിൻ്റെയൊക്കെ 200 മീറ്ററിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു FL1 ലൈസൻസ് ഉള്ള മദ്യശാലകൾ വരാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത്. ചോദിക്കാറുള്ളതാണ് പരീക്ഷയ്ക്ക്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. എത്ര മീറ്റർ ആണ്? 200 മീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് FL3 ലൈസൻസ് ആണ്. അപ്പോൾ FL3 ലൈസൻസ് അല്ലേ ആരാണ് കൊടുക്കുന്നത്? ആരാ കൊടുക്കുക അല്ലെ? എക്സൈസ് കമ്മീഷണർ ആണ് അല്ലെ. എല്ലാ ലൈസൻസും ആരാ കൊടുക്കുന്നത്? എക്സൈസ് കമ്മീഷണർ ആണ് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പാണ്. ഇനി ഈ ഒരു FL3 ലൈസൻസിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി എന്താണ്, ഫ്ലെക്സിബിൾ ആണ് അല്ലെ. അതായത് നമുക്ക് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കുടിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. മദ്യം വാങ്ങുക, അവിടെ ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. FL3 ലൈസൻസ് ഉള്ള മദ്യശാലകളിൽ കൊടുക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർക്കാം അല്ലേ, അതെങ്ങനത്തെ ശാലകളായിരിക്കും? ഒന്നുകിൽ ഹോട്ടലോ റെസ്റ്റോറൻറ്റുകളോ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും എന്തിൽ വരിക? FL3 ലൈസൻസിൽ വരിക. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സീൽ ചെയ്യാത്ത കുപ്പികളിലും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മദ്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? FL1 അവിടെ എന്താണ്? സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമേ മദ്യം വിൽക്കാൻ പാടുള്ളൂ അല്ലേ. എന്നാൽ FL3 വരുന്ന സമയത്ത് സീൽ ചെയ്യാത്ത കുപ്പികളിലും എന്ത് ചെയ്യുന്നുണ്ട്? മദ്യം വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അല്ലേ നമ്മൾ പറഞ്ഞു ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിരിക്കും ഈ ഒരു FL3 ലൈസൻസ് ഉള്ള മദ്യശാലകൾ എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ, അവിടെ ഇരുന്നിട്ട് ഭക്ഷണത്തിന്റെ കൂടെ തന്നെ മദ്യമൊക്കെ അവിടെ സപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ അതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ മദ്യം അല്ലേ പൊതുവായിട്ട് കൊടുക്കാൻ പാടില്ല. ഭക്ഷണത്തിന് കൂടെയോ അല്ലെങ്കിൽ ആ ഒരു റൂമിലോ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഒരു ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള പബ്ലിക്കായിട്ട് എന്ത് കൊടുക്കാൻ പാടില്ല? ഈ മദ്യത്തിന്റെ സപ്ലൈ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ FL3 ലൈസൻസ് ഉള്ള മദ്യശാലകളിലൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട് അല്ലെ, അവിടെ ഇരുന്നിട്ട് കുടിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണത്തിന്റെ കൂടെ വിളമ്പാനും ഒക്കെ അനുവദിക്കുന്നുണ്ട്. ഇങ്ങനെ ഫാമിലി റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ മാത്രമേ ഒരു എക്സെപ്ഷൻ കേസ് ഉള്ളത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അല്ലേ നമ്മുടെ എക്സൈസ് കമ്മീഷണർക്ക് ഒരു അഡീഷണൽ ചാർജ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പ്രത്യേക അനുമതിയോട് കൂടിയിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പൊതുവായിട്ട് കോമൺ പ്ലേസുകളിലൊക്കെ മദ്യം ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് അല്ലേ, സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തിരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മദ്യമൊക്കെ കുടിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ എന്താണ്? അവർക്ക് എക്സ്ട്രാ പെർമിഷൻ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ചാർജ് ഈടാക്കിയിട്ട് ഈ മദ്യശാലകൾക്ക് കിട്ടുന്ന ഒരു പെർമിഷനാണ് ഇങ്ങനെ അല്ലേ കോമൺ പ്ലേസുകളിലൊക്കെ ഇരുന്നിട്ട് മദ്യം കുടിക്കാനുള്ള അല്ലെങ്കിൽ മദ്യം സപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ. അപ്പം അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെ എന്തിലാണ് വരുന്നത്? FL3 ലൈസൻസ് ഉള്ള മദ്യശാലകളിലാണ്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ് റൂൾ എന്ന് പറയുന്നതും സെയിം കേസ് തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ, അതുപോലെ പള്ളി, ശ്മശാനം, പട്ടികജാതി പട്ടികവർഗ കോളനി, അതും കൂടി ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഈ പട്ടികജാതി പട്ടികവർഗ കോളനികളും ഇതിൽ വരുന്നതാണ്. അതിൻ്റെയൊക്കെ അല്ലെ 200 മീറ്റർ പരിധിക്കുള്ളിൽ എന്ത് വരാൻ പാടില്ല? ഇതുപോലുള്ള മദ്യശാലകൾ വരാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വേറൊരു എക്സെംഷൻ കേസ് എന്ന് പറയുന്നത് ഈ മദ്യശാല അല്ലെ FL3 ലൈസൻസ് ഉള്ള മദ്യശാല ഒരു 4 സ്റ്റാറോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഒരു പദവി ഉള്ളതാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരുടെ ദൂരപരിധി 50 മീറ്റർ ആയിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞത്? ഇപ്പോൾ ഈ FL3 ലൈസൻസ് കിട്ടിയ മദ്യശാല എന്ന് പറയുന്നത് ഒരു 4 സ്റ്റാർ അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ട് വരുന്ന ഏതെങ്കിലും 4 സ്റ്റാറോ 5 സ്റ്റാറോ അങ്ങനെ ഏതെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 50 മീറ്റർ പരിധി, ഈ 200 മീറ്റർ പരിധിയുള്ളത് 50 മീറ്റർ പരിധിയിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. അതായത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അതുപോലെ ശ്മശാനം, പള്ളി, ക്ഷേത്രങ്ങൾ, ഈ പട്ടികജാതി പട്ടികവർഗ കോളനികൾ അല്ലെ അതിന്റെ ഒരു 50 മീറ്റർ പരിധിക്കുള്ളിൽ വന്നാൽ ഇത് പ്രശ്നമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ FL1 ലൈസൻസ് ആണ്. FL1 ലൈസൻസും അല്ലെ ആരാ കൊടുക്കുന്നത്? എല്ലാ ലൈസൻസും ആരാ കൊടുക്കുന്നത്? എക്സൈസ് കമ്മീഷണർ ആണ്. ഇനി ഇതിവിടെ കൊടുക്കുന്നത് അല്ലെ ആർക്കൊക്കെയാണ് FL1 ലൈസൻസ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക. ഒന്നാമത്തേത് KTDC ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ അതുപോലെ തന്നെ റിസോർട്ടുകളൊക്കെ അല്ലേ. ഇപ്പൊ KTDC എന്ന് പറഞ്ഞാൽ എന്താ? കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന അല്ലെ നമ്മുടെ കേരള സർക്കാരിന്റെ സ്ഥാപനങ്ങളാണ്. അവരുടെ കീഴിൽ വരുന്ന ഹോട്ടലുകൾ അതുപോലെ തന്നെ അങ്ങനത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? FL1 ലൈസൻസോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും എന്താ കൊടുക്കുന്നത്? FL11 ലൈസൻസ് ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറയേണ്ടത് 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്കും FL11 ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഏതൊക്കെയാ നോക്കാം. ഒന്ന്
5 സ്റ്റാർ ഡീലക്സ് വരുന്നുണ്ട്, ഹെറിറ്റേജ് ഗ്രാൻഡ്, ഹെറിറ്റേജ് ക്ലാസിക്, അതുപോലെ തന്നെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിന്റെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ അവർ അംഗീകരിച്ചിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്, FL11 ലൈസൻസോട് കൂടിയിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഏതൊക്കെയാണ് FL11 ലൈസൻസോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന മദ്യശാലകൾ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് ഏതാണ്, KTDCന്റെ കീഴിൽ വരുന്നത് അല്ലെ. KTDC എന്ന് പറഞ്ഞാൽ ഏതാ, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന ഹോട്ടലുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് അതിൽ വരുന്നത്. ബാക്കിയുള്ള മദ്യശാലകൾ ഏതൊക്കെയാണ്, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. പിന്നെ 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ വരും. പിന്നെ 5 സ്റ്റാർ ഡീലക്സ്, ഹെറിറ്റേജ് ഗ്രാൻഡ്, ഹെറിറ്റേജ് ക്ലാസിക്, പിന്നെ നമ്മുടെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ കേരള സർക്കാരിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ അംഗീകാരത്തോട് കൂടിയിട്ടുള്ള ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിലൊക്കെ കൊടുക്കുന്നത് ഏതാണ്, FL11 ലൈസൻസ് ഉള്ള മദ്യശാലകളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് ലിക്വർ ലൈസൻസിൽ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാം, നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗം അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.